BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ PR ശിവശങ്കർ, മുഖ്യമന്ത്രി ഈ ആഘോഷ പരിപാടി തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് കേന്ദ്രത്തിന്റെ നശീകരണ വാസന എന്നുള്ളതാണ്. അത് തുടരുമ്പോഴും സംസ്ഥാനം അതിജീവിക്കുകയാണ്, നശീകരണ വികാരമാണ് കേന്ദ്രത്തിന് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് കേന്ദ്രം എങ്ങനെയൊക്കെയാണ് സഹായം തരാതിരിക്കുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയിരുന്ന ഉറപ്പുകൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. എന്താണ് ഈ ഘട്ടത്തിൽ മറുപടി പറയാനുള്ളത്? ആദ്യമായി ഇപ്പോൾ ശ്രീനഗറിൽ നടന്ന ഒരു വലിയ ആക്രമണം, തീവ്രവാദി ആക്രമണത്തിന് ശക്തമായി അപലപിക്കുകയും അതിൽ ബന്ധപ്പെട്ട മരിച്ച ആളുകൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. അതോടനുബന്ധിച്ച് തന്നെ ഇത്തരമുള്ള തീവ്രവാദ ആക്രമണത്തിൽ പെട്ടുമ്പോൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി, ഇത്തരം അക്രമത്തിൻ്റെ ഒരു ഭാഗം, അത് ശ്രീലങ്കയിൽ നടന്ന പള്ളിയിൽ നടന്ന ആക്രമണമായാലും ഫ്രാൻസിലായാലും നേരത്തെ റാണയുടെ ഈ ഒരു കേരള ബന്ധമായാലും എല്ലാ അക്രമങ്ങൾക്കും കേരള ബന്ധമുണ്ട് എന്നതും ഈ കേരളത്തിൻ്റെ ഒരു വികസന നേട്ടമായി നാളെ സംസ്ഥാന മുഖ്യമന്ത്രി എല്ലാം അവതരിപ്പിക്കുമോ എന്ന ഭയത്തോടെയാണ് ഞാനിരിക്കുന്നത്. അതല്ലാതെ മാറ്റിവെച്ചാൽ കേരളത്തിൻ്റെ വികസനം ഒരു ചരമകോളത്തിൽ ഒതുക്കുവാനുള്ള അത്ര പോലും വികസനത്തെക്കുറിച്ച് പറയുവാനില്ല. ഇപ്പോൾ സ്മൃതി പറഞ്ഞ, ഇപ്പോൾ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഈ വികസനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ ഒരാരോപണം. നോക്കൂ, അത്തരം ആരോപണങ്ങൾ മനസ്സിലാക്കുമ്പോൾ, പറയുമ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രി അവർ പാർലമെൻറ്റിൽ നൽകിയ ഒരു എക്സ്പ്ലനേഷൻ അതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ മനസ്സിൽ കരുതേണ്ടേ? അന്ന് സംസ്ഥാനത്തെ ഈ MP-മാരെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേരളത്തിന് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷമായി ധനകാര്യ സമിതിയിൽ നിന്നും എടുത്ത് പണം കൊടുത്തത് എന്നുള്ള കണക്കുകൾ കേന്ദ്രം കൃത്യമായിട്ട് പറഞ്ഞില്ലേ? 1,57 ലക്ഷം കോടി രൂപ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നൽകി. 2014 മുതൽ 2024 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ നൽകി എന്നുള്ള കണക്ക് സംസ്ഥാനത്തിൻ്റെ മുൻപിൽ, ഇവിടുത്തെ MP-മാരുടെ മുൻപിൽ ധനമന്ത്രി അവതരിപ്പിച്ചല്ലോ. അത് കഴിഞ്ഞ UPA കാലഘട്ടത്തിൽ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നൽകിയതിനേക്കാൾ 239% അധികമായിരുന്നു എന്ന കണക്ക് കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ GST വരുമാനത്തിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് GST വരുമാനം എല്ലാം പല കാലഘട്ടങ്ങളിൽ എത്രയോ ഇരട്ടി ഈ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും മികച്ച വരുമാനം കിട്ടിയത് കേരളത്തിനാണ് എന്നുള്ള കണക്കുകളടക്കം നമ്മൾ പല ചർച്ചയിലും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ പണത്തിൽ ഞെരുക്കി എന്നുള്ള കണക്കുകൾ ഇന്ന് ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം കൃത്യമായ കണക്കുകൾ ധനമന്ത്രാലയം മുന്നോട്ട് വെച്ചതുണ്ട്. ഇവർക്ക് അതിനെ എതിർത്തോ അല്ലെങ്കിൽ അത് തെറ്റാണോ എന്ന് പറയാനുള്ള ഒരു രേഖയും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത കണക്കെന്താണ്? സംസ്ഥാനത്തിലേക്ക് മറ്റു രീതിയിലുള്ള വികസന പ്രവർത്തനത്തിലേക്ക് സംസ്ഥാനത്തിന് പണം നൽകുന്നില്ല എന്നാണ്. നോക്കൂ, MGNR ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഡയറക്റ്റ് പണം എത്തിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണല്ലോ. MGNRA പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ, ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 30,000 കോടി രൂപയായിരുന്നെങ്കിൽ ഇന്നത് ഏതാണ്ട് 1 ലക്ഷം കോടിയിലടക്കം വന്നിരിക്കുന്നു. 80,000 കോടി കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നു. ഇൻക്രീസ് അടുത്ത 16 ലക്ഷം കോടി രൂപ വേറെ വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും കൃത്യമായി വരുമാനം നന്നായി കൊടുത്തിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും. മറ്റൊരു സംസ്ഥാനം കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ ചില ഈ തൊഴിലുറപ്പ് പദ്ധതി തന്നെ കിട്ടാത്തത്? അത് കഴിഞ്ഞ 4 വർഷമായി കണക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് കൊടുക്കുവാൻ ബാധ്യതയില്ല, ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാൻ മാത്രമേ ബാധ്യതയുള്ളൂ എന്ന് പറയുന്ന രീതി ശരിയാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കട്ടെ. അല്ലെങ്കിൽ സ്മൃതി അതിന് ഒരു ശരിയായ ഉത്തരം ജനങ്ങൾക്ക് നൽകട്ടെ. ഞാൻ ഒരു കണക്ക് കൂടി പറയാം. ഇപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട PK നവാസ് കുറച്ച് കണക്ക് പറഞ്ഞു. കേരളത്തിലെ പണപ്പെരുപ്പം ഒരു മിനിറ്റ്, ഞാൻ നവാസ് പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട്. PK നവാസ് പറഞ്ഞു പണപ്പെരുപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. വളരെ കൃത്യമായ കണക്കാണ്. NSOൻ്റെ കണക്ക് പ്രകാരം മറ്റ് ദേശീയ ശരാശരി 3.6 ആയപ്പോൾ പണപ്പെരുപ്പം ദേശീയ ശരാശരി 2 ഇരട്ടി, ഏതാണ്ട് 7.5% ആയിരിക്കുന്നു NSOൻ്റെ കണക്കിൽ. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് മറ്റൊരു കണക്ക്, പീരിയോഡിക്കൽ ലേബർ സർവേയുടെ കണക്ക് പ്രകാരം 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകൾക്ക് 29% എന്നുള്ള വലിയ ഒരു കണക്കിലേക്ക് സംസ്ഥാനം പോയിരിക്കുന്നു. അതിൽ സ്ത്രീകൾക്ക് 47%, ദേശീയ ശരാശരി വെറും 19% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തൊഴിലില്ലായ്മ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ വളരെയേറെ കൂടിയിരിക്കുന്നു കേരളത്തിൽ. ദേശീയ ശരാശരിയുടെ പല മടങ്ങ് വലുതാണ്. അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയുടെ 2 ഇരട്ടിയോളം വരുന്നു പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ.
പിന്നെ അതേപോലെ കർഷകർക്ക് എന്തെങ്കിലും ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഏറ്റവും പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും സർക്കാർ, അതാണ് ഇടതുപക്ഷ സർക്കാർ എന്നല്ലേ പറയുന്നത്. കർഷകർക്ക് നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള ഓണത്തിന് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു, കാർഷിക ഉൽപ്പന്നങ്ങൾ അടിസ്ഥാന വിലയിട്ടുകൊണ്ട് ഞങ്ങൾ എടുക്കും, 25 അടിസ്ഥാന ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞില്ലേ? 1 കിലോ എടുത്തതായിട്ട് സലാമിനെ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? 1 കിലോ കപ്പ, 1 കിലോ നേന്ത്രവാഴ, 1 കിലോ ചേന എവിടെയെങ്കിലും നിങ്ങൾ എടുത്തോ? അതിന് വിലയിട്ട് വെച്ചത് നിങ്ങളുടെ ഖജനാവിലിരിക്കുന്നല്ലാണ്ട് 1 കിലോ പോലും എടുത്തോ? കർഷകർ അതുകൊണ്ടല്ലേ കൃഷിസ്ഥലങ്ങൾ ഉപേക്ഷിച്ചത്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ തന്നെ നടത്തിയ സർവേയുടെ പ്രകാരം കൃഷിസ്ഥലങ്ങൾ ഏതാണ്ട് 50,000 അരിയുടെ പ്രൊഡക്ഷൻ 50,000 ടണ്ണ് കുറഞ്ഞിരിക്കുന്നു. അരിയുടെ ഉൽപ്പന്നം നടത്തുന്ന ഏരിയ അത് ഹെക്ടർ കണക്കിന് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ കൃഷി ഉപേക്ഷിക്കുന്നു. ചെറുപ്പക്കാർ നമുക്കറിയാം, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ ഉള്ള ഏറ്റവും വലിയ പരസ്യം മോണോലിസ എന്താണ്ടൊക്കെ പറഞ്ഞുള്ള ഏജൻസികൾ നിരന്തരം വിദേശത്തേക്ക് ആൾക്കാരെ കയറ്റി അയക്കുവാനുള്ള പരസ്യം മാത്രമല്ല ഇന്ന് ചാനലിൽ. ചെറുപ്പക്കാരിൽ നിന്ന് നാട് വിട്ടുപോകുന്നു. അവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമില്ല, അവർക്ക് തൊഴിലില്ല. ശിവശങ്കർ, നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിശാലമായി പറയാൻ പറ്റും. പക്ഷേ കേന്ദ്രം അതിജീവനത്തിന് കേരളത്തിനെ സഹായിച്ചില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കൂടി ചൂണ്ടിക്കാട്ടുമ്പോൾ അത് താങ്കൾ ബോധപൂർവം അത് മിണ്ടാതിരുന്നതാണോ? അല്ല, ഞാൻ തീർച്ചയായിട്ടും ആ കണക്കുകൾ പറയാം. കുറച്ച് സമയം കിട്ടിയാലേ ഡീറ്റെയിൽ പറയാൻ പറ്റുള്ളൂ. ചൂരൽമല ദുരന്തത്തിൽ നമുക്കറിയാം എത്രയേറെ സംഘടനകൾ, സേവാഭാരതിയും BJPയും അടക്കം, DYFIയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംഘടനയടക്കം എത്ര സംഘടനകൾ ഫ്രീ ആയിട്ട് ഇവിടെ പണിതു തരാമെന്ന് പറഞ്ഞു. അവിടെ വീടുകൾ, ഒരൊറ്റ വീടുകൾ പണിയാൻ സമ്മതിച്ചു. വീടുകൾ പണിത സ്ഥലത്ത്, അവിടെ വീടുകൾ പണിത് തീർത്ത സ്ഥലം ഉദ്ഘാടനം ചെയ്യാൻ ഈ മുഖ്യമന്ത്രി വിളിച്ചിട്ട് പോയിട്ടില്ല. സോണിയാഗാന്ധിയും പോയിട്ടില്ല, അത് വേറെ കാര്യം. പ്രിയങ്ക ഗാന്ധിയും പോയിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് കിട്ടുക എന്നുള്ളതല്ല, ആ വീടിൻ്റെ പേരിൽ പണം ഞങ്ങളുടെ ഖജനാവിലേക്ക് എങ്ങനെ വരുത്താമെന്ന് ആലോചിക്കുകയല്ലേ ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത്. ആ സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ അവിടെ ഖജനാവിൽ ഈ അടിയന്തരാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പണം 5,000 കോടി രൂപ ഇപ്പോഴുമില്ലേ? അത് ചെലവാക്കിയോ? അവിടെ ചെലവാക്കിയത് പാവപ്പെട്ട ജനങ്ങളല്ലേ, ഓരോ സംഘടനകളല്ലേ. അവിടെ ഓരോ ദിവസവും ചെലവാക്കിയതിൻ്റെ കണക്ക് പറഞ്ഞ് 8 കോടിയും 10 കോടിയും ആവശ്യമെന്ന് പറഞ്ഞ് എഴുതി വെച്ച് പുറത്ത് പറഞ്ഞപ്പോൾ തെറ്റായ കണക്കുകളാണെന്ന് പുറത്ത് ജനങ്ങൾ പറഞ്ഞപ്പോൾ, മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ, സംസ്ഥാന സർക്കാരിന് ജനങ്ങൾ സ്വന്തം മനസ്സാലെ നൽകുന്ന സഹായം, അതിന്റെ കണക്ക് കേന്ദ്രം എടുക്കണ്ടല്ലോ. കേന്ദ്രം തരേണ്ട ഒരു കണക്കുണ്ടല്ലോ, അതെന്താണ് തരാത്തത് എന്നുള്ള ചോദ്യമാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം, ആ ഒരു വിശാല മനസ്കത അല്ലെങ്കിൽ ആ ഒരു കാരുണ്യം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായില്ലല്ലോ. ഇവിടെ പ്രധാനമന്ത്രി നടന്നു കണ്ടുപോയതല്ലേ, അതാണ് ചോദ്യം. ഞാൻ ഇപ്പോഴും പറയുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ പണമുണ്ടല്ലോ, അത് തീർന്നതിന് ശേഷം പോരെ ഇപ്പോൾ മറ്റൊരു സമയത്ത് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നും മേടിക്കാണ്ട് വിദേശത്തേക്ക് തെണ്ടാൻ പോയ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയും കൂടി ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് ഇരിക്കുന്ന സമ്പാദ്യം എടുത്ത് ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾ നൽകുന്ന പണം അല്ലെങ്കിൽ അവർ ദുരിതാശ്വാസ നിധിയിൽ ആകെയുള്ള തുക എന്ന കണക്ക് മാത്രമേ നോക്കിയുള്ളൂ. അല്ലാതെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന രൂപത്തിൽ തരാൻ ആലോചിക്കുന്നില്ല. കേരളത്തിന്റെ കയ്യിൽ എത്രയുണ്ട് എന്നുള്ള കണക്ക് കേന്ദ്രം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.